നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം നിശ്ചയിച്ചയാണ്. ഞാനിവിടെ ജോലിയിലാണ്. ഉള്ളിത്തീയൽ വെക്കണതാണ്, പിന്നെ ചേനയും അച്ചിങ്ങയും കൂടി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം, പിന്നെ ചിക്കൻ കറി വെക്കണം. അപ്പം അതിൻ്റെ ഡെയിലി ഇത് പറയണം എന്തിനാണെന്നറിയോ? ഞാൻ ആ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ പിടിച്ചിട്ട് യൂട്യൂബിലേക്കാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ ഇടാൻ പോകണം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെ ഒരു സിനിമയുടെ കുറച്ച് ഭാഗമാണ് കണി കാണുന്നതിൽ. അപ്പോൾ ഞാനപ്പോൾ അത് ചെയ്തപ്പോഴത്തേനും എനിക്ക് തന്നെ ചിരി തന്നെയായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇമാജിൻ ചെയ്ത് എൻ്റെ വീട്ടിലിറങ്ങി ഇങ്ങനെയൊക്കെ റെഡിയായിട്ട് ചേട്ടാ കണി റെഡി എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് പോടി നിന്നെയൊക്കെ കണി കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ പിന്നെ അങ്ങനത്തെ ദിവസം പോക്കാണെന്ന് പറയും. അങ്ങനെ പറയണ കുറേ വീടുകളൊക്കെ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും. അപ്പം എനിക്ക് തന്നെ ചിരി വന്ന്. ഇതൊക്കെ സിനിമയിലും പിന്നെ 100 ചിലപ്പോൾ വല്ലൊരു 20% ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ മിക്ക സ്ഥലത്തും എന്താണ് ഇതായിരിക്കുള്ളൂ. നമ്മൾ ഭാര്യമാരൊന്ന് റെഡിയായിട്ട് പറയണതാണ് ചേട്ടാ കണി റെഡിയാട്ടാ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് മാറിക്കോ അങ്ങോട്ട്. മനുഷ്യൻ്റെ ദിവസം പോക്ക് ഇന്ന് ഞാൻ പോണില്ല ഈ വീട്ടിൽ നിന്ന്, നിന്നെയൊക്കെ കണി കണ്ടല്ലേ പോണത് അങ്ങനെ പറയും ഇല്ലേ. അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാട്ടാ, കണ്ടു നോക്കട്ടാ. എന്റെ സുമേ, ശവത്തെ കുത്തല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ഏത് മാഷിനും ഒരു അബദ്ധം പറ്റില്ലേ? ശീലങ്ങളൊക്കെ ഒന്ന് മാറിയോ നോക്കിയതാ. പരീക്ഷണം. സതുവേട്ടാ, എന്തോ വൈകിട്ട് നേരത്തെ വരില്ലേ? നേരത്തെ വരണോ? ആയിക്കോട്ടെ. അയ്യോ, ഞാൻ പുറകേന്ന് വിളിച്ചൂല. തുളസി തിന്നണില്ലേ? എല്ലാം ഞാൻ നിർത്തി.